ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ടൈറ്റിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന്. ഞങ്ങൾ ഒരു 2 പടുതാകുളം നിർമ്മിച്ചുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പ്രോസസ്സിങ്ങിന് ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പടുതാകുളവും മീൻ കൃഷി അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയുകയൊന്നും ചെയ്തുകൂടാ. ഞങ്ങളിതുവരെ അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടും ഇല്ല. മീൻ കൃഷിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട്, യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അതിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് ആ കേട്ട് പരിചയമുള്ള അറിവുകളിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയേക്കുവാണ് ഇപ്പം കൃഷി. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് വെച്ചാൽ 2 കുളമായിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. രണ്ടും അടുത്തടുത്തായിട്ട് വരുന്ന ഒരു 6 അടി ആഴമുള്ള കുളം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇതിപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ മണ്ണൊക്കെ വെട്ടി നമ്മൾ തന്നെ നിന്ന് ചെയ്ത്, മാമന്മാരൊക്കെ നിന്ന് സഹായിച്ച് അങ്ങനെ ഞങ്ങൾ തന്നെ ചെയ്തതാണ്. പക്ഷേ മണ്ണിൻ്റെ കട്ടിയും കാര്യങ്ങളൊക്കെ കാരണം അത് പ്രാക്ടിക്കലല്ല. നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പം അത് അത്രയ്ക്കും ഞങ്ങളുടെ സ്ഥലത്തുള്ള മണ്ണ് കുറച്ച് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ളതാണ്. അപ്പം അത് നമ്മൾ വെട്ടി മാറ്റി ചെയ്യാനാണെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പം ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ വെട്ടി തന്നെ തുടങ്ങി വെച്ചതുകൊണ്ട് ആദ്യത്തെ ദിവസം ഞങ്ങൾ വെട്ടി മാക്സിമം മാറ്റാൻ വേണ്ടിയിട്ട് നോക്കി. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വെട്ടുന്ന. ഒരു ദിവസം ഫുള്ള് നിന്ന് വെട്ടിയിട്ടും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുളത്തിൻ്റെ പകുതിയുടെ പകുതി പോലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. 1/4 ഭാഗം പോലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഞങ്ങൾ ഒരു ദിവസം നിന്ന് വെട്ടിയിട്ട് 2 പേരും കൂടെ നിന്ന് വെട്ടിയതാണ്. മാമന്മാർ 2 പേരും കൂടെ നിന്ന് വെട്ടിയതാണ്. എന്നിട്ട് ഇതാണ് ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയത്. ഇത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോഴേ അറിയാം. നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 5-6 ദിവസം കൊണ്ടായാലും പോലും അത് തീരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വെട്ടുവാണെങ്കിൽ നമ്മൾ നല്ല ക്ഷീണിക്കും. നല്ല കട്ടിയുള്ള മണ്ണാണ്. അപ്പോൾ അത്രയും നമ്മുടെ ആരോഗ്യം കൂടെ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെട്ടുമ്പം. അപ്പം ഞങ്ങൾ ആദ്യത്തെ ദിവസം വെട്ടി അതവിടെ നിർത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ വെട്ടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഞങ്ങളുടെ വെട്ടി വിട്ട കുഴിയിൽ നിന്ന് കിട്ടിയ ആമയാണിത് കേട്ടോ. അതിനടുത്ത് പുറത്തിട്ടേക്കാം ഇപ്പോൾ. അത് ഞങ്ങളുടെ സ്ഥലത്ത് അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതാണ്. കുഴിയിൽ എങ്ങനെ വന്ന് വീണതായിരുന്നു. പിന്നെ 2ാമത്തെ ദിവസം ഞങ്ങൾ വിചാരിച്ച് ചെറിയ JCB വന്നിട്ട് കോരിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ നമ്മളിന്ന് വെട്ടിയാൽ തീരത്തില്ല പണി. അതുകൊണ്ട് എളുപ്പം പണി തീർക്കാൻ വേണ്ടിയിട്ട് JCB വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ജോലിക്ക് 2 പേരെ നിർത്തിയിട്ട് ചെയ്യുന്ന എക്സ്പെൻസേ ആയിട്ടുള്ളായിരുന്നു JCB വിളിച്ചത്. ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ JCB വിളിച്ച്. എനിക്ക് തോന്നുന്നു ഇവരൊരു 2 മണിക്കൂറൊക്കെ പണി ചെയ്തോളൂ. 2-2.5 മണിക്കൂർ ചെയ്തപ്പം തന്നെ ആദ്യത്തെ കുഴി കുറച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ 2ാമത്തെ കുഴി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ആ പണിയും തീർന്നു. അപ്പം നമുക്ക് സമയവും ലാഭിക്കാൻ പറ്റി. പൈസയും അങ്ങനെ നമ്മൾ വിചാരിച്ച പോലൊന്നും ആയിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 2 കുഴി വെട്ടാൻ വേണ്ടി നമ്മൾ ആളെ നിർത്തുവാണെങ്കിൽ ഇതിലൊന്നും ഒതുങ്ങത്തില്ലായിരുന്നു. ഒരു ദിവസം വെട്ടുന്ന കൂലി ആയിട്ടുള്ളായിരുന്നു. JCB 2.5 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് ജോലി ചെയ്ത് തീർത്തിട്ട് അത് പോയി. നമ്മളിപ്പോൾ ഇവിടെ ഈ കുഴി വെട്ടിയേക്കുന്നതെന്ന് പറയുമ്പം കുഴിയുടെ സൈസ് എന്ന് പറയുന്നത് 12x8 ചെയ്തേക്കുന്നത്. ആഴം ഒരു കുഴിയുടെ ഒരു 4 അടിയും
രണ്ടാമത്തെ കുഴിയുടെ ഒരു 6 അടിയും അങ്ങനെയാണ് ആഴവും ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആ മണ്ണ് കാണുമ്പോഴേ അറിയാം, നല്ല കട്ടി ചെളിമണ്ണ് പോലുള്ള മണ്ണാണത്. കുഴി ഏകദേശം ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സൈഡിലത്തെ ആ വേരൊക്കെ കളഞ്ഞ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട്, അതെന്തായാലും നമ്മൾ കൈ കൊണ്ട് ചെയ്യേണ്ടി വരും. JCB കൊണ്ട് ചെയ്യുന്നതിന് ലിമിറ്റുണ്ട്. അപ്പം ആ സൈഡിലത്തെ ആ വേരുകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് അടുത്ത പണി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ വേരുകളൊക്കെ മുറിച്ച് മാറ്റി ആ സൈഡിൽ മൊത്തം ഒന്ന് ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്യുന്നത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മുടെ 3ാമത്തെ ദിവസമായി. ഇതിൽ നമ്മളിപ്പം സൈഡിൽ ബണ്ട് പോലെ നമ്മുടെ കുഴിയുടെ പടുതാവളത്തിൻ്റെ സൈഡിൽ ചെറിയ ബണ്ട് പോലെ കെട്ടണം. പുറത്തുനിന്ന് മണ്ണും മഴയൊക്കെ പെയ്താലും മണ്ണും വെള്ളമൊന്നും അകത്തോട്ട് ഒഴുകി വീഴാനും പാടില്ല. മീനിടുമ്പം നമ്മൾ നെറ്റൊക്കെ ഇടണ്ടേ, അപ്പം കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇങ്ങനെ വാരം തോണ്ടി അവിടെ നമ്മുടെ ഈ മണ്ണ് തന്നെ നമ്മൾ കുഴച്ചിട്ട്, ഈ മണ്ണ് നല്ല പശയുള്ള മണ്ണാണ്. അപ്പോൾ അത് കുഴച്ചിട്ട് അവിടെ ഇങ്ങനെ ബണ്ടിൽ പോലെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സൈഡ് നമ്മൾ ബണ്ട് പോലെ കെട്ടുന്ന കാര്യം അതത്ര എളുപ്പമുള്ള പണിയല്ലായിരുന്നു. ഒരു 2 ദിവസം എടുത്തിട്ടാണ് നമ്മൾ ആ പണി നമുക്കത് തീർക്കാൻ പറ്റിയത്. മണ്ണ് കുഴച്ചിട്ട് മേലിൽ കയറ്റിയിട്ട് അതങ്ങനെ സെറ്റ് ചെയ്യണമായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടു ആ പണി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടി ഈസി ആയിട്ടുള്ള മാർഗം വേറെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്നത്. ഇപ്പോൾ ഈ ബണ്ട് പോലെ കെട്ടുന്നതിന് പകരം നമ്മൾ വല്ല കട്ട എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി സമയം ലാഭിക്കായിരുന്നു. അതേപോലെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ JCB കൊണ്ടുവന്നായിരുന്നെങ്കിൽ അത്രയും കൂടെ എക്സ്പെൻസ് കുറഞ്ഞിരുന്നേനെ. ആദ്യത്തെ ദിവസം നമ്മൾ വെട്ടിയൊക്കെ ചെയ്തില്ലേ. ഇതാ ഞങ്ങളുടെ ടാങ്ക് നിർമ്മാണത്തിൻ്റെ ഫസ്റ്റ് പാർട്ട്. നമ്മൾ ഈ കുളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തുടർന്നും ഞങ്ങൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. നമ്മുടെ ഈ കുളത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇപ്പം 8x12 6 അടി. ഈ കുളത്തിൻ്റെ 4 അടിയും തൊട്ടപ്പുറത്തുള്ള കുളത്തിൻ്റെ 6 അടിയും ആഴമാണ് വെച്ചേക്കുന്നത്. അപ്പം തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ, ഷീറ്റിൻ്റെ കാര്യവും അതെല്ലാം പയ്യെ അടുത്തടുത്ത വീഡിയോസിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അടുത്ത പാർട്ട് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അടുത്ത പാർട്ടല്ല, തുടർന്ന് ഞങ്ങൾ മീൻ കൃഷി ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം ഞങ്ങളുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള ഞങ്ങളുടെ കുളത്തിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.